എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ വീഡിയോ ആണ് കാണിക്കുന്നത്. കുറേ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന് നമുക്ക് കിട്ടിയ ഒരു സാധനം നമ്മൾ കാണിക്കണം. എന്താണെന്നല്ലേ, പ്ലേ സ്റ്റേഷൻ 5. എല്ലാ കടകളിലും കഴിഞ്ഞ വർഷം ഇറങ്ങി പ്ലേ സ്റ്റേഷൻ എല്ലാ കടകളിലും സ്റ്റോക്ക് തീർന്നു. ചിപ്പിൻ്റെ എന്തൊക്കെ പ്രോബ്ലം ആണെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ ഈ സാധനം കിട്ടി. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദി വീഡിയോ. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വീട്ടിൽ പ്ലേ സ്റ്റേഷൻ 5 എത്തിയിരിക്കുകയാണ്. പ്ലേ സ്റ്റേഷൻ 5 നമ്മളിപ്പോൾ തുറന്നു നോക്കാൻ പോവാണ്. അടിപൊളി പാക്കോട് കൂടിയിട്ടാണ് പ്ലേ സ്റ്റേഷൻ 5 വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്ലേ സ്റ്റേഷൻ 5 ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ കസിൻ ബ്രദർ നെൽവിനാണ്. അത്യാവശ്യം ഹെവിയാണ്. 2 വേർഷനിൽ പ്ലേ സ്റ്റേഷൻ 5 ഇറങ്ങുന്നുണ്ട്. ഒരെണ്ണം ഡിസ്ക് വേർഷനും മറ്റത് ഡിജിറ്റൽ വേർഷനും. ഡിസ്ക് വേർഷനിലാണ് ബ്ലൂറേ ഡിസ്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ വേർഷനിൽ നമ്മൾ ഓൺലൈനിൽ ഗെയിം പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് മെമ്മറൈസ് ചെയ്തിട്ട് വേണം കളിക്കാൻ. അപ്പോൾ നല്ലത് ഡിസ്ക് വേർഷൻ വാങ്ങിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പേപ്പറുകളും അതിൻ്റെ ഗ്യാരണ്ടി കാർഡും ബ്രോഷറുകളും ഒക്കെ ലഭിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം കിട്ടുന്നത് പവർ കേബിൾ കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് HDMI കേബിൾ ഉണ്ട്. അങ്ങനെ ഇത് നമ്മുടെ കയ്യിൽ അവസാനം ഡ്യുവൽ സെൻസ് കൺട്രോളർ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ഷേപ്പാണ്. എക്സ്റ്റെൻഡഡ് ലെഗ്സ് ആണ്. പുതിയ ഡിസൈൻ, നല്ല ഹെവിയാണ്. ഹാൻഡ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ വിരലുകൾക്കൊക്കെയും അതിൻ്റെ ബട്ടൺസ് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി സാധനം. മുമ്പത്തെ അപേക്ഷിച്ച് നല്ല അടിപൊളി ഡിസൈനാണ് സാധനം. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നമ്മുടെ പ്ലേ സ്റ്റേഷൻ പുറത്തേക്ക് എടുക്കാൻ പോകണം. ഈ പ്ലേ സ്റ്റേഷൻ തന്നെ നമുക്ക് 8K റെസൊല്യൂഷനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് റെസൊല്യൂഷനിൽ കാണാം. HDR ഫോർമാറ്റിലും കാണാൻ പറ്റും. നല്ല പ്രൊട്ടക്റ്റീവായിട്ടുള്ള രീതിയിലാണ് പ്ലേ സ്റ്റേഷൻ അവർ നമുക്ക് തരണത്. നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ഉണ്ട്. പ്ലേ സ്റ്റേഷൻ കൺസോൾ അത്യാവശ്യം ഹെവിയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് 4നെ അപേക്ഷിച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്, ഹെവിയാണ്. നല്ല ഗംഭീര ഡിസൈനാണ്. പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ. പ്ലേ സ്റ്റേഷനിൽ ലോഗോ കാണാൻ തന്നെ അടിപൊളിയാണ്. ഒരു സൈഡിൽ വൈറ്റ് മാറ്റ് കളറിലുള്ള ഔട്ട്സൈഡ് ബോഡിയും ഗ്ലോസി ബ്ലാക്ക് മിഡിൽ ബോഡിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിത് വെർട്ടിക്കൽ പൊസിഷനിലും ഹൊറിസോണ്ടൽ പൊസിഷനിലും വെച്ച് കളിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവരതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്ലേ സ്റ്റേഷനിലൂടെ ഒരു സ്പൈഡർമാൻ്റെ ഗെയിം കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ കൺസോളിൻ്റെ ഫ്രണ്ടിൽ പവർ ബട്ടൺ ഉണ്ട്, ഇജക്റ്റ് ബട്ടൺ ഉണ്ട്, USB-C ടൈപ്പ് പോർട്ട് ഉണ്ട്, USB-A ടൈപ്പ് പോർട്ട് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ 2 USB പോർട്ട് ഉണ്ട്, ഇൻ്റർനെറ്റിൻ്റെ പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, പവർ പോർട്ട് ഉണ്ട്. കൺട്രോളറിന് ഒരു 3.5 ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ജാക്കിൽ നമ്മൾ ഹെഡ്ഫോൺ കുത്തി കേൾക്കുകയാണെങ്കിൽ നമുക്ക് 3D ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൺട്രോളറിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അതിൻ്റെ അടിവശത്ത് സോണിയുടെ സ്ക്വയർസ്, ട്രയാങ്കിൾ, സർക്കിൾസ് അവർ എംബോസ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ സെയിം സിസ്റ്റം തന്നെ കൺസോളിൻ്റെ ഔട്ട് സൈഡിലും മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ പ്ലേ സ്റ്റേഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഒരു നീല കളറിലുള്ള നല്ലൊരു അടിപൊളി ലൈറ്റ് കാണാൻ പറ്റും. ആ മരുന്ന് ധാരാളം എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഒരു തരത്തിലും ചൂടാവില്ല. ഇതിൻ്റെ പ്രൊസസ്സർ നല്ല ഹൈ സ്പീഡ് പ്രൊസസ്സറാണ്. ഈ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. നമ്മൾ സ്പൈഡർമാൻ ട്രൈ ചെയ്യാൻ പോവാണ്. So cool. I got you. Hey, thanks. No problem. Hey, you think you're gonna add that new Spider-Man too? The kid? Yeah, maybe. Original's just my guy, you know? Yeah, I know. Hey, is Tails Bodega around here? Yeah, bright yellow sign down the block. Can't miss it. Thanks. Beautiful work, by the way. Maybe leave a little room for the new guy, just in case. The convoy. Headed your way. Did I miss the convoy? Not yet. Still securing a couple of hits. Man, it feels good seeing the guys who escaped last year going back to the raft. Real good. The raft's an eyesore. It's secure. As long as the octopus-related flaws have been fixed. Let's go. Okay, closing in on you. Be there soon. Should let Mom know I'll be late. Miles, Dad, get the shopping day. Hey, Mom. Yeah, but the bodega was out of coconut milk. Gonna check a store downtown. Oh, thanks. But avoid Midtown. At prison convoy, traffic at night. Oh, yeah. Good call. See you later, Mom. How are you drinking? Very, very carefully. Okay, go time. This is a big operation. It's gotta be. Hundreds of felons escaped from the raft last year. Now it's time to move them back in. Police aren't taking any chances, especially not with our guest of honor. One of those guys who helped Doc Ock is in there? I think so. Could be Vulture, could be Scorpion, could be someone bigger. Okay. ഹായ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, പുതിയ ലേറ്റസ്റ്റ് 5 തെറ്റി എൻ്റെ അമ്മോ, സോറി, ഒന്നും പറ്റിയില്ല.